ഗൂഡല്ലൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. ഓവാലി പെരിയ ചൂണ്ടിയിൽ സ്വദേശി പ്രശാന്താണ് കൊല്ലപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എങ്ങനെയായിരുന്നു ഈ അപകടം? വേണു, ഒരാഴ്ചക്കിടെ ഗൂഡല്ലൂർ മേഖലയിൽ മൂന്നാമത്തെ കാട്ടാന ആക്രമണത്തെ തുടർന്നുള്ള മരണമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഗൂഡല്ലൂർ പെരിയചൂണ്ടി സ്വദേശിയായിട്ടുള്ള പ്രശാന്ത്, 44 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹമാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:45 കൂടി വീടിൻ്റെ അടുത്തുള്ള വിനായകർ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് കാട്ടാന ഇറങ്ങി വരികയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തത്. ഈ സമീപത്തെ വനത്തോട് ചേർന്ന റോഡിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വന്ന കാട്ടാന പൊടുന്നനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു പ്രശാന്ത്. ഇതിനിടെ ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മസ്സിനഗുഡിയിലും ഈ ഗൂഡല്ലൂരിൻ്റെ വിവിധ മേഖലകളിലും ഈ ഒരാഴ്ചക്കിടെ മൂന്നാമത്തെ മരണമാണ് ഈ സംഭവിക്കുന്നത്. അതായത് കാട്ടാന ശല്യം നിരന്തരമുള്ള പ്രദേശമാണ് ഇത്. വനവും ഒപ്പം തന്നെ എസ്റ്റേറ്റുകളും എല്ലാം ഉള്ള ജനവാസ മേഖലയും എല്ലാം ഇടകലർന്ന പ്രദേശമാണ് ഗൂഡല്ലൂരിൻ്റെ ഈ പ്രദേശം. എന്തായാലും ആ ഭൂപ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ കാട്ടാനകൾ നിരന്തരം ശല്യമാവുന്നതും ഒരാളുടെ മരണത്തിലേക്ക് കൂടി നയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.